നമസ്കാരം. അറിവിൻ്റെ ലോകത്തിലേക്ക് എക്സാം മീഡിയയിലേക്ക് സ്വാഗതം. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം. കേരള സ്റ്റേറ്റ് ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ജോലി നേടാം. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 27 അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമ്പോസിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷാ ഫീസ് ഒന്നും തന്നെയില്ല. എല്ലാവർക്കും സൗജന്യമായി തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. എൻവയോൺമെന്റ് പ്ലാനർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എൻവയോൺമെന്റ് എഞ്ചിനീയറിംഗിൽ മിനിമം 60% മാർക്കോടെയുള്ള MTech അല്ലെങ്കിൽ ME ആണ്. കൂടാതെ റെലവന്റ് ഫീൽഡിലുള്ള 4 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 35,300 രൂപയായിരിക്കും. മെട്രോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത അറ്റ്മോസ്ഫറിക് സയൻസ്, മെട്രോളജി അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള MSc ഡിഗ്രിയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ അപേക്ഷകർക്ക് കുറഞ്ഞത് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. ആകെ 3 വേക്കൻസിയാണുള്ളത്. സേഫ്റ്റി എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത സേഫ്റ്റി ആൻഡ് ഫയർ, ഇൻഡസ്ട്രിയൽ, കെമിക്കൽ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലുള്ള BTech അല്ലെങ്കിൽ BE യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. അപേക്ഷകർക്ക് മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 35,300 രൂപയായിരിക്കും ലഭിക്കുന്ന ശമ്പളം. കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിലുള്ള മിനിമം 60%-ൽ കുറയാത്ത BTech അല്ലെങ്കിൽ BE ആണ്. കൂടാതെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 31,920 രൂപയാണ്. സോഷ്യൽ കപ്പാസിറ്റി ബിൽഡിംഗ് സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത മിനിമം 60% മാർക്കോടെയുള്ള MSW ആണ്. കൂടാതെ മിനിമം 4 വർഷത്തെ എക്സ്പീരിയൻസും അപേക്ഷകർക്ക് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 31,920 രൂപയായിരിക്കും ലഭിക്കുന്ന ശമ്പളം. അസാഡ് അനലിസ്റ്റ് തസ്തികയിൽ സിവിൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ മിനിമം 60% മാർക്കോടെയുള്ള BTech അല്ലെങ്കിൽ BE ആണ്. കുറഞ്ഞത് 1 വർഷം എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 35,300 രൂപയായിരിക്കും. അസാഡ് അനലിസ്റ്റ് എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത എൻവയോൺമെന്റൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ മിനിമം 70% മാർക്കിൽ കുറയാത്ത MSc ഡിഗ്രിയാണ്. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ 4 വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് 35,300 രൂപയായിരിക്കും ലഭിക്കുന്ന മാസശമ്പളം. അസാഡ് അനലിസ്റ്റ് ഓഷ്യാനോഗ്രഫി തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഓഷ്യാനോഗ്രഫി അല്ലെങ്കിൽ ഓഷ്യൻ സയൻസിൽ ഉള്ള മിനിമം 70% മാർക്കോടെയുള്ള MSc ഡിഗ്രിയാണ്. കൂടാതെ റെലവന്റ് ഫീൽഡിലുള്ള 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന മാസശമ്പളം 35,300 രൂപയായിരിക്കും. അസാഡ് അനലിസ്റ്റ് എക്കണോമിക്സ് ഓർ എക്കണോമെട്രിക്സിൽ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത MA അല്ലെങ്കിൽ MSc ആണ്. എക്കണോമിക്സ്, എക്കണോമെട്രിക്സ്, അപ്ലൈഡ് എക്കണോമിക്സ് വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിലുള്ള MA അല്ലെങ്കിൽ MSc യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. മിനിമം 70% മാർക്ക് ഉണ്ടായിരിക്കണം. കൂടാതെ അപേക്ഷകർക്ക് മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. അപേക്ഷകർക്ക് ലഭിക്കുന്ന മാസശമ്പളം 35,300 രൂപയായിരിക്കും. ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 10/2020 അപേക്ഷിക്കാനുള്ള യോഗ്യത SLC ആണ്. കൂടാതെ റിലേറ്റഡ് ട്രേഡിലുള്ള ITI അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്ക് മെയിൻ്റനൻസ് വിഷയങ്ങളിലുള്ള ITI അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. കൂടാതെ 2 വീലർ ഓടിക്കാനും അറിവുള്ളവർ ആയിരിക്കണം. കൂടാതെ റെലവന്റ് ഫീൽഡിലുള്ള
2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 19,670 രൂപയായിരിക്കും. ഫീൽഡ് അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ വരുന്നത് 11/2020. 2 ഫീൽഡ് അസിസ്റ്റന്റ് തസ്തികയുണ്ട്. അതിന്റെ കാറ്റഗറി നമ്പർ വ്യത്യാസമാണ്. ആദ്യത്തേത് 10/2020 രണ്ടാമത്തേത് 11/2020. അപേക്ഷിക്കാനുള്ള യോഗ്യത SLC, അതിനൊപ്പം ഡിപ്ലോമ അല്ലെങ്കിൽ ITI ആണ്. ഇലക്ട്രിക്കലിലുള്ള ITI അല്ലെങ്കിൽ ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കാണ് മുൻഗണന ലഭിക്കുന്നത്. 2 വീലർ ലൈസൻസ് ഉണ്ടായിരിക്കണം. കൂടാതെ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 19,670 രൂപയായിരിക്കും. മൾട്ടി ടാസ്കിംഗ് ഓഫീസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ഡിഗ്രിയാണ്. കൂടാതെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉള്ള ഡിപ്ലോമ ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. കൂടാതെ വേർഡ് പ്രോസസ്സിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. കൂടാതെ 1 വർഷത്തെ എക്സ്പീരിയൻസും ആവശ്യമാണ്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ആകെ 2 വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 20,760 രൂപയാണ്. അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത BCOMും MCOMുമാണ്. മിനിമം 50% മാർക്കോടെയുള്ള MCOMും BCOMും യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അതിനൊപ്പം MS ഓഫീസ്, ടാലി എന്നിവ അറിഞ്ഞിരിക്കണം. കൂടാതെ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 35,300 രൂപയാണ്. ഹൈഡ്രോളജിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത PG ആണ്. വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. റീബിൽഡ് കേരളയിലേക്കായിരിക്കും നിയമനം ലഭിക്കുക. മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം. അപേക്ഷകർക്ക് കുറഞ്ഞത് 1 വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന അപേക്ഷകർക്ക് ലഭിക്കുന്ന ശമ്പളം 31,920 രൂപയായിരിക്കും. അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത അഗ്രികൾച്ചറിലുള്ള PG ഡിഗ്രിയാണ്. ആകെ 60% മാർക്ക് ഉണ്ടായിരിക്കണം. 1 വർഷം എക്സ്പീരിയൻസും ആവശ്യമാണ്. റീബിൽഡ് കേരളയിലേക്കായിരിക്കും നിയമനം ലഭിക്കുക. 25 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 31,920 രൂപയായിരിക്കും. സീനിയർ കൺസൾട്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത മാസ്റ്റർ ഡിഗ്രി, MPhil അല്ലെങ്കിൽ PhD യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. അപേക്ഷകർക്ക് കുറഞ്ഞത് 10 വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 65 വയസ്സാണ്. ആകെ ഒരു വേക്കൻസിയാണുള്ളത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 1,00,000 രൂപയാണ്. ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ടൈപ്പിംഗ് സ്പീഡ് 40 വേർഡ് പെർ മിനിറ്റ് ഉണ്ടായിരിക്കണം. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ്, കമ്പ്യൂട്ടറിന്റെ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. കൂടാതെ MS ഓഫീസ്, അഡോബ് റീഡർ, ഇന്റർനെറ്റ്, ഇമെയിൽ എന്നിവ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരും ആയിരിക്കണം. റെലവന്റ് ഫീൽഡിൽ കുറഞ്ഞത് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 35 വയസ്സ് വരെയാണ്. ആകെ ഒരു വേക്കൻസിയാണ് ഉള്ളത്. കൺസൾട്ടന്റ് തസ്തികയിലേക്ക് അപേക്ഷിക്കാനുള്ള യോഗ്യത മാസ്റ്റർ ഡിഗ്രിയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൺസൾട്ടന്റ് തസ്തികയിലേക്ക് മിനിമം 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾ. അപേക്ഷിക്കാനുള്ള മാക്സിമം ഏജ് ലിമിറ്റ് 65 വയസ്സാണ്. ആകെ ഒരു വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥിക്ക് ലഭിക്കുന്ന ശമ്പളം 70,000 രൂപയാണ്. ഈ തസ്തികയിലേക്ക് എല്ലാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 27 ആണ്. അപേക്ഷിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതുവഴി കയറി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വ്യക്തമായി വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. കൂടാതെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുക. ഇതേപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. താങ്ക് യു.